Hello friends and welcome back to another video. And ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, are you really trying to be an influencer? അങ്ങനെ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നോ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഐ യൂസ് ടു ഡു സച്ച് തിങ്സ് ബിഫോർ വെൻ ഐ വാസ് ബാക്ക് ഇൻ ഇന്ത്യ. ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് ആൻഡ് സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, സ്റ്റേജ് ആങ്കറിങ്ങിന് പോകാറുണ്ട്. ആൻഡ് ഓൾസോ ഐ യൂസ് ടു ഡു സം പ്രോഗ്രാംസ് ഷോസ് ഇൻ സം ലോക്കൽ ചാനൽസ്. ആൻഡ് അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ആൻഡ് ഓൾസോ ഡാൻസ് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടിങ്ങനെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഡെയിലി ചെയ്യണം. അല്ലാണ്ട് എന്നും ആകെ കൂടി ഇവിടെ സമ്മർ ടൈമിലാണ് കുറച്ചെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നടന്നു പോകുന്നത്. അല്ലാണ്ട് വിൻ്റർ ആവുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൂടുതലും ഡ്യൂട്ടി കഴിയുന്നു, വീട്ടിൽ വരുന്നു, ഉറങ്ങുന്നു, എന്നും മഞ്ഞു ഇതൊക്കെ ആകുമ്പോൾ ഒരു ഡിപ്രഷൻ മൂഡുമാണ്, പുറത്തിറങ്ങാനും തോന്നില്ല. അപ്പം ഇന്നത്തെ കഥ വേറൊന്നുമല്ല. ഇതിപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്കിത് ഈ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ. അതിന് വേറൊരു ഭയങ്കരമായ ഉദ്ദേശവും അങ്ങനെയൊന്നുമില്ല. ആൻഡ് നമ്മൾ നോറിച്ചിൽ നിന്ന് വിട്ട് സ്കോട്ട്ലൻഡ് വഴി പോയി തിരിച്ചു വന്ന ഒരു 4 ദിവസത്തെ ട്രിപ്പിൻ്റെ കഥയാണ് ഞാൻ വീഡിയോകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നമ്മളിവിടെ ഒരു സാറ്റർഡേ, ഐ മീൻ ലാസ്റ്റ് വീക്ക് ഐ തിങ്ക് സാറ്റർഡേ ഒരു ഈവനിങ് ടൈമിൽ ഇറങ്ങി ഒരു വെൻസ്ഡേ തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും, അന്ന് ഞാൻ മാത്രമായിരുന്നു വർക്കിംഗ്, അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫാമിലി ആൻഡ് അതുപോലെ ഇവിടുത്തെ എക്സ്റ്റെൻഡഡ് ഒരു ഫാമിലി, ബിഞ്ചേട്ടൻ്റെ ഫാമിലിയും കൂടിയായിരുന്നു ട്രിപ്പ് പോയത്. നമ്മൾ 2 വാൻ എടുത്തിട്ടായിരുന്നു ട്രിപ്പ് പോയത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഈ വീഡിയോൻ്റെ. അപ്പം ഞങ്ങൾ സ്കോട്ട്ലൻഡിലോട്ട് പോയ കഥയാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വീട്ടിൽ നിന്ന് വിട്ടു. വഴിയിലൊക്കെ കുറേ ഇങ്ങനെ പാട്ടും ഡാൻസും അലമ്പൊക്കെ അങ്ങനെ പോയി. ആൻഡ് സൺഡേ മോർണിംഗ് ഭയങ്കര ഏർലി മോർണിംഗ് ആയപ്പോൾ നമ്മളവിടെ എത്തി. ഇപ്പോൾ ഓൾറെഡി രാവിലെ പെട്ടെന്നാവുമല്ലോ ഇവിടെ, ഡേ ടൈമാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളൊരു രാവിലെ പുലർച്ചെയാവുന്ന സമയത്ത് എത്തി. ആൻഡ് സ്കോട്ട്ലൻഡിൻ്റെ ബോർഡർ കടക്കുന്ന അവിടെ വലിയൊരു വെൽക്കം ടു സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞൊരു ബോർഡും അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയത് ഒരു വലിയ റോക്ക്, ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡ് ഇംഗ്ലണ്ട് ആൻഡ് അതർ സൈഡ് സ്കോട്ട്ലൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. ആൻഡ് അവിടെ കുറച്ച് സ്കോട്ട്ലൻഡിനെ പറ്റി ഉള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പോകുന്ന വഴി അവിടുന്ന് കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, അങ്ങനെ കുറച്ച് അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും എഡിൻബറയിലോട്ടുള്ള യാത്ര തുടങ്ങി. ആൻഡ് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. ഓരോ കാഴ്ചയും ഇങ്ങനെ നമുക്ക്, എനിക്ക് തോന്നുന്നു ക്യാമറയിൽ നമുക്ക് അത്രയും അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. നമ്മൾ കണ്ണിൽ കാണുമ്പോഴാണ് ഭയങ്കര ഭംഗി. ആൻഡ് ദെൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറച്ച് പശുക്കളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ പശുക്കളെയൊക്കെ കാണാൻ നമ്മൾ മറ്റേ മിൽമ പാലിൻ്റെ പരസ്യത്തിൽ കാണാറില്ല, അതുപോലത്തെ പശുക്കൾ. ആൻഡ് അവർ വിചാരിക്കുകയാണ് അവരുടെ ഫോട്ടോ എടുക്കുകയാണ്, അവർ നമ്മൾ നോക്കി നിൽക്കുകയാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ അവരിങ്ങനെ പോസ് ചെയ്ത് തരുമായിരുന്നു ഓരോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവിടുത്തെ ഓരോ സാധനങ്ങൾക്കും. ഭയങ്കര മറ്റേ പച്ചപ്പും ഹരിതാപവും തന്നെയായിരുന്നു സ്കോട്ട്ലൻഡിൽ. സമ്മർ ടൈം ഒരു വ്യൂവും വിൻ്റർ ടൈമിൽ വേറൊരു വ്യൂ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമ്മർ ടൈമിലാണ് പോയത്, അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് എഡിൻബറോ പോയി. എഡിൻബറോ എത്തി അവിടെ കുറച്ച് ഇങ്ങനെ സിറ്റിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി എവിടെയൊക്കെ ഇങ്ങനെ പോകണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് സൈറ്റ്സ് ഒക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിബിചേട്ടനായിരുന്നു കംപ്ലീറ്റും പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് എല്ലാം ചെയ്തിരുന്നു. ആൻഡ് നമ്മൾ ഫ്രഷനപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വീണ്ടും നമ്മളുടെ അന്നത്തെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എഡിൻബറോ കാസിൽ ആൻഡ് എഡിൻബറോ സിറ്റി, വിക്ടോറിയ സ്ട്രീറ്റ് അതൊക്കെ ആയിരുന്നു. ആൻഡ് അവിടെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഞാനും പൊന്നും ജസ്റ്റിനും സാൻഡും ഒക്കെ കൂടി ഇങ്ങനെ സിറ്റിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആൻഡ് കമ്മിങ് ഡേയ്സിലുണ്ടായ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് ഡേ ബൈ ഡേ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഐ ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ്. ആൻഡ് ദെൻ താങ്ക് യു, സീ യു സൂൺ.